നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. അതിരപ്പള്ളി TC പ്രദീപ് കുമാർ കൊലക്കേസ് പ്രതിക്ക് ജീവപര്യന്തം തടവിനും 1,50,500 രൂപ പിഴ ഒടുക്കുന്നതിനും ഇരിങ്ങാലക്കുട കോടതി ശിക്ഷ വിധിച്ചു. കണ്ണംകുഴി സ്വദേശി ഏറൻ വീട്ടിൽ ജിനീഷ് കീരിക്കാടിനെയാണ് ശിക്ഷ വിധിച്ചത്. ദേശീയപാത കൊടകരയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടം. തിങ്കളാഴ്ച വൈകിട്ട് 6:30 കൊടകര മേൽപ്പാലത്തിന് സമീപമായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന ബസ് കാറിനെ മറികടക്കുന്നതിനിടയിൽ കാറിൽ തട്ടുകയായിരുന്നു. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. അതിരപ്പള്ളി TC പ്രദീപ് കുമാർ കൊലക്കേസ് പ്രതിക്ക് ജീവപര്യന്തം തടവിനും 1,50,500 രൂപ പിഴ ഒടുക്കുന്നതിനും ഇരിങ്ങാലക്കുട കോടതി ശിക്ഷ വിധിച്ചു. കണ്ണംകുഴി സ്വദേശി ഏറൻ വീട്ടിൽ ജിനീഷ് കീരിക്കാടിനെയാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് വിനോദ് കുമാർ ശിക്ഷിച്ചത്. KPMS കണ്ണംകുഴി ശാഖാ സെക്രട്ടറിയും കണ്ണംകുഴി ജലനിധിയുടെ പമ്പ് ഓപ്പറേറ്ററുമായിരുന്ന കണ്ണംകുഴി താളാട്ട് TC പ്രദീപ് കുമാറിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷ. ദേശീയപാത കൊടകരയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടം. തിങ്കളാഴ്ച വൈകിട്ട് 6:30 കൊടകര മേൽപ്പാലത്തിന് സമീപമായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ് കാറിനെ മറികടക്കുന്നതിനിടയിൽ കാറിൽ തട്ടുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ ഡിവൈഡറിൽ ഇടിച്ചു കയറി. കൊടകര പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകി. മഹാരാഷ്ട്ര മുതൽ കേരള തീരം വരെ നിലനിൽക്കുന്ന ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീന ഫലമായാണ് 5 ദിവസം അതിശക്തമായ മഴ അറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇടിമിന്നലോടും ശക്തമായ കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. തീരദേശ മലയോര മേഖലകളിലുള്ളവർക്ക് അതീവ ജാഗ്രത പാലിക്കണമെന്നും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. അടുത്ത വെള്ളിയാഴ്ച വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഫംഗസ് ബാധ കപ്പ കൃഷി പൂർണ്ണമായി നശിപ്പിച്ചിട്ടും തളരാതെ ഫംഗസിനെ തോൽപ്പിച്ച് പൊന്നു വിളയിക്കാൻ ഒരുങ്ങുകയാണ് പൂലാനിയിൽ നിന്നൊരു കർഷകൻ. മേലൂർ പൂലാനി കൊളക്കാട്ടി വീട്ടിൽ ശിവരാജനാണ് ഫംഗസിന്റെ പ്രതിരോധത്തിൽ തളരാതെ വീണ്ടും കപ്പ കൃഷി ചെയ്യുന്നത്. 1 മാസം മുമ്പ് ശിവരാജിന്റെ ഏക്കർ കണക്കിന് സ്ഥലത്തെ കപ്പ കൃഷിയാണ് ഫംഗസ് ബാധയെ തുടർന്ന് നശിച്ചത്. വലിയ സാമ്പത്തിക നഷ്ടം സംഭവിച്ചെങ്കിലും ഇതുകൊണ്ടൊന്നും കപ്പ കൃഷിയിൽ നിന്നും പിന്മാറാൻ ശിവരാജൻ തയ്യാറല്ല. ഫംഗസ് ബാധയെ തുടർന്ന് നശിച്ച കപ്പകളെല്ലാം കൃഷിയിടത്ത് നിന്നും നീക്കം ചെയ്ത് വീണ്ടും കൃഷിയിടമൊരുക്കി. മണ്ണൂത്തി കാർഷിക സർവകലാശാലയിലെ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരമാണ് പുതിയ പരീക്ഷണം. 1 കിലോ സുഡോമോണസ് 50 ലിറ്റർ വെള്ളത്തിൽ കലക്കി കപ്പത്തണ്ട് ഈ ലായനിയിൽ 10 മിനിറ്റ് മുക്കിവെച്ചാണ് ഇപ്പോൾ കൃഷിയിടത്ത് കപ്പത്തണ്ടുകൾ നട്ടിരിക്കുന്നത്. ഇതിന് ഫംഗസ് ബാധയെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. കനത്ത നഷ്ടം സംഭവിച്ചതോടെ മറ്റു കർഷകരെല്ലാം കപ്പ കൃഷിയിൽ നിന്നും പിന്മാറിയപ്പോൾ പുതിയ പരീക്ഷണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ശിവരാജൻ. പൂലാനി കൊമ്പിച്ചാൽ പാടശേഖരത്താണ് കഴിഞ്ഞ വർഷം ഫംഗസ് ബാധ കണ്ടത്. തുടർന്നാണ് കർഷകർ കരഭൂമിയിലേക്ക് കപ്പ കൃഷി മാറ്റിയത്. എന്നാൽ കരഭൂമിയിലും ഫംഗസ് ബാധിച്ചു. നേന്ത്രക്കായ്ക്ക് പുറമെ കപ്പ പെരുമയിലും മേലൂർ പ്രസിദ്ധമാണ്. മീഡിയ ടൈം, ചാലക്കുടി. പുല്ലൂറ്റ് നാരായണമംഗലത്തെ 250 കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് 38 ലക്ഷം രൂപ ചെലവിൽ കൊടുങ്ങല്ലൂർ റോട്ടറി ക്ലബ്ബ് നടപ്പാക്കുന്ന പദ്ധതി എത്രയും വേഗം ആരംഭിക്കുമെന്ന് ഭാരവാഹികളായി ചുമതലയേറ്റ പ്രസിഡന്റ് TL സത്യൻ, സെക്രട്ടറി MA ജോഷി എന്നിവർ പറഞ്ഞു. താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസിന് ഈ വർഷം തന്നെ ഒരു മെഷീൻ വാങ്ങി നൽകും. ക്ലബ്ബ് അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. T രാജൻ അധ്യക്ഷനായി. ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ GN രമേശ്, R മോഹൻകുമാർ, മേജർ ജനറൽ P വിവേകാനന്ദൻ, PC ബോസ്, KS പ്രവീൺലാൽ എന്നിവർ സംസാരിച്ചു. എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ അലുമിനി അസോസിയേഷന്റെയും മണപ്പാട്ട് ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള അക്കാഡമിക് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. അപ്പോളോ ടയേഴ്സ് ലിമിറ്റഡിന്റെ മുൻ ചീഫ് അഡ്വൈസർ PK മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അലുമിനി അസോസിയേഷൻ ചെയർമാൻ അമീർ അഹമ്മദ് മണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ,
ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി കെ മുഹമ്മദ്, പി എച്ച് നാസർ, സീനിയർ അലൂമിനസ് ഡോക്ടർ മുഹമ്മദ് റഷീദ്, സ്കൂൾ പ്രിൻസിപ്പൽ സ്മിത, പ്രധാനാധ്യാപിക ലാലി ആന്റണി, പി ടി എ പ്രസിഡന്റ് ടി കെ റാഫി, എൽ പി വിഭാഗം പ്രധാനാധ്യാപകൻ നസീർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പി.ഒ, അഷ്ടമിച്ചിറ, ചാലക്കുടി. അതിരപ്പള്ളി TC പ്രദീപ് കുമാർ കൊലക്കേസ് പ്രതിക്ക് ജീവപര്യന്തം തടവിനും 1,50,500 രൂപ പിഴ ഒടുക്കുന്നതിനും ഇരിങ്ങാലക്കുട കോടതി ശിക്ഷ വിധിച്ചു. കണ്ണംകുഴി സ്വദേശി ഏറൻ വീട്ടിൽ ജിനീഷ് കീരിക്കാടിനെയാണ് ശിക്ഷ വിധിച്ചത്. ദേശീയപാത കൊടകരയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടം. തിങ്കളാഴ്ച വൈകിട്ട് 6:30 കൊടകര മേൽപ്പാലത്തിന് സമീപമായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന ബസ് കാറിനെ മറികടക്കുന്നതിനിടയിൽ കാറിൽ തട്ടുകയായിരുന്നു. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.